എൻ ശ്രീകുമാർ, ഈ മലയാളി വികാരം വിഷ്ണുവിന് മാത്രം പോരാ, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും വേണം, കോൺഗ്രസിൻ്റെ MP-മാർക്ക് വേണം, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് വേണം. അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് BJP-യെ എതിർക്കുന്ന കാര്യത്തിൽ, ദേശീയ വിഷയങ്ങൾ എതിർക്കുന്ന കാര്യത്തിൽ, കൈകാര്യം ചെയ്യുന്നതിൽ BJP ഭരണഘടനയെ പോലും അട്ടിമറിക്കുന്നു എന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളെ വിമർശിക്കേണ്ടി വരുന്നത്. ആ ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. കൃത്യമായ ഉത്തരം വന്നില്ല. ഡോക്ടർ ലാലേ, മലയാളികൾക്ക് പാവപ്പെട്ട അമ്മൂമ്മമാർക്ക് 6 മാസത്തെ പെൻഷൻ പോലും കൊടുക്കാതെ ഷിജു ഖാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രം പ്രസംഗിക്കുകയായിരുന്നു. ഇവിടെ പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല, DA ഇല്ല, റേഷൻ കടയിൽ അരിയില്ല, സപ്ലൈകോയിൽ പലവ്യഞ്ജനവും ഇല്ല, CPI മന്ത്രി തനിക്ക് ഞങ്ങളുടെ വകുപ്പിൽ കാശില്ലെന്ന് പറയാ. എന്നിട്ട് കേരളത്തെക്കുറിച്ചും മലയാളിയെക്കുറിച്ചും മാർക്സിസ്റ്റ് പാർട്ടി പറയണേ കേട്ടാ. എന്താ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരൊന്നും കൂടെ മലയാളികളല്ലേ? അവരവന്റെ ജോലി ചെയ്തിട്ട് ഡൽഹി പോയി സമരം ചെയ്യാനാ കോൺഗ്രസ് പറഞ്ഞത്. പെൻഷൻ കൊടുക്കാതെ നവകേരള സദസ്സിലെ ചെലവാക്കിയ കാശ് കൊടുക്കാൻ ഗതിയില്ലാതെ കടം കയറി കിടക്കാൻ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് മലപ്പുറത്തുനിന്ന്. 1.5 കോടിയെ കിട്ടിയുള്ളൂ, 90 ലക്ഷമേ കിട്ടിയുള്ളൂ, 1.5 കോടി അങ്ങോട്ട് ചെലവായി എന്ന് വാർത്ത ഞാൻ കണ്ടു. നാളെ മറ്റു പത്രങ്ങൾ വരികയായിരിക്കും. ഷിജു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളോട് ദയവായി, ഷിജു ഇപ്പോൾ പറഞ്ഞ BJP-യെ വിമർശിച്ച, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച കാര്യങ്ങളോട് താങ്കൾക്കൊന്നും പറയാനില്ലേ? അല്ല, ഞാൻ പറയട്ടെ. എല്ലാത്തിനും മറുപടി പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മറുപടി പറയാം. ഞാനത് ആദ്യം ഇതൊക്കെ പറയണല്ലോ. ഈ പ്രസംഗിച്ചപ്പോ നിങ്ങൾ മിണ്ടായിരുന്ന പ്രസംഗം മുഴുവൻ കേൾപ്പിച്ചില്ലേ? അത് കേട്ടോണ്ടിരിക്കാനല്ലല്ലോ എന്നെ വിളിച്ചത്. അപ്പൊ അതിനായ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് തൽക്കാലം ഇത്ര നിർത്താം. ഇനി ലാല് ചോദിച്ച ചോദ്യം പറയാം. ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ എന്താ പറഞ്ഞത്? ദേശീയ തലത്തിൽ കോൺഗ്രസ് എവിടാണ്? INGIയുടെ നേതൃസ്ഥാനത്ത് ആരാ? CPM പ്രതിനിധിയുടെ ഞാൻ ചോദിക്കുകയാണ്, ആരാ? കോൺഗ്രസ് അല്ലേ? മല്ലികാർജുന ഖാർഗെക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത് ആരാ? പ്രതിപക്ഷ കോൺഗ്രസ് ആണോ? പ്രതിപക്ഷത്തെ മമതാ ബാനർജി അല്ലേ? ആ INDIയുടെ കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിന്ന് കേരളത്തിൽ ഭരണം ഉണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചോടിയ പാർട്ടിയാണ് CPM. എന്നിട്ടാണ് അവർ പറയുന്നത് BJP എതിർക്കാൻ. ഈ BJP-യെ എതിർക്കാൻ പറയുന്നത് CPIM ഒളിച്ചോടിയെന്ന് AICC നിലപാടുണ്ടോ ശ്രീകുമാർ? AICC-യുടെ ഞങ്ങൾ ഒളിച്ചോടിയത്? ഞാൻ പറയട്ടെ, അഭിപ്രായം പറഞ്ഞിട്ടില്ല. തടസ്സപ്പെടുത്തല്ലേ. AICC-യുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് AICC-യുടെ നിലപാട് കേരളത്തിന് പുറത്തുള്ള CPM, കേരളത്തിന് പുറത്തുള്ള CPM-നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട്, വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കോൺഗ്രസ് കണ്ടിരിക്കുന്നു. അത് ഞാൻ ആദ്യമേ പറഞ്ഞു ബംഗാളിലത്തെ സഖ്യത്തെ കുറിച്ച്. കേരളത്തിലെ CPM പക്ഷേ കോൺഗ്രസ് വിരുദ്ധരാണ്. അവർ BJP വിരുദ്ധരല്ല. BJP കേന്ദ്രം ഭരിച്ചാലും കോൺഗ്രസ് ഭരിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ CPM-കാർ. ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ MP-മാരുടെ എണ്ണം അറിയാമോ ശ്രീകുമാറിന്? ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ ഡൽഹിയിൽ വന്ന് മതേതരത്വത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് UPA ഗവൺമെന്റിനെ അനുകൂലിച്ചവരാണ്. ഞങ്ങളുടെ മതേതരത്വത്തിന് ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തരുത്. UPA ഗവൺമെന്റിനെ നിങ്ങൾ പിന്തുണച്ചു, നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ കാര്യം മറന്നു. നിങ്ങൾ എന്താ ഇപ്പൊ പറയുന്നത്? ബാബറി മസ്ജിദ് തകർത്ത കോൺഗ്രസ് എന്ന് പറയുന്നില്ലേ? ആ ബാബറി മസ്ജിദ് തകർത്ത കോൺഗ്രസ് ആണ് UPA-ക്ക് നേതൃത്വം കൊടുത്തത്. അന്ന് നിങ്ങൾ പിന്തുണച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾ തകർത്ത BJP-യാണ് അപ്പുറത്തുള്ളത്. സ്വാഭാവികമായും BJP ശത്രു, രാജ്യത്തിന്റെ ശത്രു അന്ന് BJP-യാണ്. BJP-യെ പ്രതിരോധിക്കാനും BJP-യെ ഗാലറിയിൽ ഇരുത്താനുമുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ എങ്ങനെയാണ് UPA കണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ് കണ്ടതെന്ന്? അല്ലല്ല, ഒരു ശ്രീകുമാർ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യണം? BJP-ക്ക് പരവതാനി വിരിച്ചു കൊടുക്കണമെന്നാണോ ശ്രീകുമാർ പറയുന്നത്? ഞങ്ങളുടെ മതേതരത്വത്തിന് ശ്രീകുമാർ സംശയം ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പോയി ഞങ്ങൾ UPA. ശ്രീകുമാർ പറയട്ടെ. അല്ലല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, എന്നെ തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം ഇവിടെ വിളമ്പേണ്ടി വരും. നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി
കഴിഞ്ഞ തവണ കാൽ നൂറ്റാണ്ട് മുമ്പ് എടുത്തിട്ടുള്ള ഇല്ല, അതിലേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരില്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരില്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് വി ഡി സതീശനും കെ സുധാകരനും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഈ BJP എതിർക്കുന്നതിൽ മടി കാണിക്കുന്നത്? ഇവിടുത്തെ MP, കേരളത്തിന്റെ MP ആയതുകൊണ്ട് ഞങ്ങൾ CPM അനുകൂലിക്കില്ല, ഇവിടെ CPM ഭരിക്കുന്നവരായതുകൊണ്ട് അവരെ അനുകൂലിക്കില്ല, ഇവിടുത്തെ MP പോയി അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സുഹൃത്തല്ലേ എന്ന് പറഞ്ഞ് തോളിൽ കയറ്റിരിക്കും. അതെങ്ങനെയാണ്? ഡോക്ടർ ലാലെ, നമ്മൾ ചർച്ചയിൽ വെറുതെ വിളിച്ചു പറയരുത്. അതായത് കേരളത്തിലെ കോൺഗ്രസ് MP മാർ 18 MP മാർ BJP വിരുദ്ധരാണ്. കേരളത്തിലെ 18 കോൺഗ്രസ് MP മാര് കേരളത്തിലെ CPM-ന്റെ കൊള്ളരുതായ്മയെ തുറന്നു കാണിക്കുന്നവരാണ്. ഈ രണ്ടും നമ്മൾ മനസ്സിലാക്കണം. NK പ്രേമേന്ദ്രൻ നിങ്ങൾക്ക് ജയിക്കില്ല. കൊല്ലം സീറ്റ് CPM-ൽ നിന്ന് പിടിച്ചു വാങ്ങി കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരാള് പ്രേമേന്ദ്രൻ. അദ്ദേഹത്തെ പരനാറി എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചത്. ആ പ്രേമേന്ദ്രനെ നിങ്ങൾ ഒരിക്കലും അനുകൂലിക്കുന്ന ഞങ്ങൾ കരുതുന്നില്ല. അതോടെ നിൽക്കട്ടെ, ഞാൻ വേറെ വിഷയം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കാണിച്ച കാര്യത്തെ നിങ്ങൾ അനുകൂലിക്കുന്നോ? കോൺഗ്രസ് അനുകൂലിക്കുന്നോ? കേട്ടില്ല. ഇപ്പോൾ അദ്ദേഹം NK പ്രേമേന്ദ്രൻ നരേന്ദ്രമോദി വിളിച്ച ഉച്ചയൂണിന് പോയി കഴിച്ചതിന് നമുക്ക് കുഴപ്പമില്ല, അദ്ദേഹം കഴിക്കണം സുഹൃത്തൊക്കെ ആണെങ്കിൽ. പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പിൽ UDF BJP എതിർക്കുന്നു എന്ന് പറയുമ്പോൾ പ്രേമേന്ദ്രൻ അവിടെ പോയി, പ്രേമേന്ദ്രൻ മാത്രം അവിടെ പോയിരിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയുക, കൊല്ലത്തെ വോട്ടർമാരോട് പറയുക? ഒരു BJP-യുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ ഇത്തരം നിസ്സാര കാര്യങ്ങൾ കൊണ്ടുവന്ന BJP വിരുദ്ധ നടപടിയെ നിങ്ങൾ ദുർബലപ്പെടുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. NK പ്രേമേന്ദ്രന്റെ വിഷയമല്ലല്ലോ കോൺഗ്രസിന്റെ വിഷയം. UDF ഇവിടെ BJP-ക്കെതിരെ കേന്ദ്രത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ജാഥ ആസാമിലെ BJP തടഞ്ഞത് കണ്ടില്ലേ? മണിപ്പൂരിൽ കണ്ടില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അല്ല, നമുക്കിപ്പോ നരേന്ദ്രമോദി എന്താണ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീ ശ്രീകുമാർ, താങ്കൾക്ക് ഒരു സംശയവുമില്ല, ഇവിടുത്തെ കോൺഗ്രസിന് ഒരു സംശയവുമില്ല. ഇപ്പോൾ ജയന്ത് ചൗധരി, ചരൺ സിംഗിന്റെ കൊച്ചുമോൻ ഇപ്പോൾ BJP-യിലേക്ക് പോകാൻ പോകുന്നതാണ് കേൾക്കുന്നത്, വാർത്തയൊക്കെ വരുന്നത്. ഇതുപോലെയാണ്, അങ്ങനെയുള്ള വാർത്ത വരുമ്പോഴാണ് NK പ്രേമേന്ദ്രൻ പോയി അവിടെ ഇരിക്കുന്നതിന് സംശയിക്കേണ്ടി വരുന്നത്. ഡോക്ടർ ലാലെ, നിങ്ങളെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാരനായിട്ട് വളരെ മിടുക്കനായ UDF-ന്റെ MP, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അദ്ദേഹത്തെ. കേരളത്തിന്റെ GST കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് കുടിശ്ശിക കൊടുക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയന് കുടിശ്ശിക കൊടുക്കൂ നിങ്ങളെന്ന് NK പ്രേമേന്ദ്രൻ പറഞ്ഞപ്പോഴേ ഇവിടുത്തെ CPM-കാര് പറഞ്ഞത് BJP-ക്കൊപ്പം നിന്ന് കേരളത്തെ പരിഹസിച്ചതാ. പക്ഷെ പ്രേമേന്ദ്രൻ ഒറ്റ ചോദ്യം കൊണ്ട് കേരളത്തിലെ LDF ഗവൺമെന്റിന് GST കുടിശ്ശിക കിട്ടി. മറക്കരുത്, നന്ദിയോട് കാണിക്കില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഷിജുഖാന്റെ മറുപടി വേണം. ഷിജു, കാരണം ഇത് എല്ലാ തവണയും താങ്കൾ പറയുന്നതാണ്, എല്ലാ തവണയും അപ്പോഴത്തെ പാനലിസ്റ്റ് മറുപടി പറയാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ആ കാര്യത്തിൽ എനിക്കൊരു മറുപടി പറയാൻ അവസരം കൊടുക്കണം ഷിജുഖാന്. ഒറ്റ മിനിറ്റ് താങ്കൾ പൂർത്തിയാക്കിയിട്ട് കൊടുക്കാം, പറയൂ. ഒറ്റ മിനിറ്റ്. ഞങ്ങൾ CPM ആണ് BJP വിരുദ്ധർ എന്ന് പറയാനുള്ള വ്യഗ്രതയില് പലതും വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല. GST വിഷയത്തില് തൃപ്തികരമായ മറുപടി ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? കണക്ക് കൊടുക്കാൻ പറഞ്ഞു, കണക്ക് കൊടുത്തു, GST കുടിശ്ശിക കിട്ടി. അതിന് നിങ്ങൾക്ക് എന്ത് ഉത്തരം കൊണ്ടും അതിനെ മറയ്ക്കാൻ കഴിയില്ല. ഡോക്ടർ ലാൽ, ആരുത്തരം പറഞ്ഞാലും ആ ഉത്തരത്തിന് വിലയില്ല. കാരണം ഇന്നൊരു വിമർശനം വന്നിട്ടുണ്ട്. നിങ്ങൾ കേരളത്തെ കുറിച്ചും കേരളത്തിലെ ബഡ്ജറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന GST കുറിച്ചുള്ള സമരം കേരളം നടത്തുമ്പോൾ ആ സമരത്തെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് 100 നാവാണ് സംസാരിക്കാൻ. പക്ഷേ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ അതിൽ നിൽക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ രാമക്ഷേത്രത്തിൽ മുക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ UCC അല്ലെങ്കിൽ CAA ഒക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ അതിലൊന്നും മിണ്ടാത്ത കോൺഗ്രസ്. ഇന്നൊരു വലിയ വിമർശനമുണ്ട് കോൺഗ്രസിനെ കുറിച്ച്. ഇന്ന് ഇടതുപക്ഷം പറഞ്ഞൊരു വിമർശനമാണ്. ഇന്ന് കാസർഗോഡ് നിന്ന് വലിയ സമരവുമായിട്ട് വരുന്നുണ്ടല്ലോ. ഈ സമരത്തിൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ കൂട്ടുന്നില്ല, മുസ്ലിം ലീഗ് ആ സമരത്തിലില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നിങ്ങളുടെ സമരത്തിൽ ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഇത് ലോകം കാണുന്നുണ്ട്, ഇന്ത്യ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയേണ്ടി വരും. മുസ്ലിം ലീഗിൻ്റെ കൊടിയുമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ദഹിക്കില്ല, കോൺഗ്രസിന് ദഹിക്കില്ല. അതുകൊണ്ടാണത്രേ. അതിന് മറുപടി എന്താണ്? ഞാൻ പറഞ്ഞതല്ല. ഡോക്ടർ ലാൽ, എന്താണ് ഈ പറയുന്നത്? ഇത് സമരാഗ്നി എന്നുള്ളത് KPCC-യുടെ ജാഥയാണ്. ആ ജാഥയ്ക്ക് എല്ലായിടത്തും UDF-ന്റെ പ്രതികൾക്ക് സ്വീകരണം കൊടുക്കാം, കൊടുക്കാതിരിക്കാം, പങ്കെടുക്കാതിരിക്കാം. ഒരു ക്യാമ്പയിൻ നടത്തുന്നത്, താങ്കൾ തന്നെ നേരത്തെ മുൻപ് വിശദീകരിച്ച കാര്യമാണ്. ഒരു ക്യാമ്പയിൻ നടത്തുന്നതും ഒരു സമരം നടത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ സാർ. സമരം നടത്തുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള സമരമാണല്ലോ, ആ സമരത്തിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ കൂട്ടണ്ടേ? ഒരു ക്യാമ്പയിൻ മനസ്സിലാക്കാം, KPCC നടത്തുന്ന ക്യാമ്പയിൻ ആണെങ്കിൽ.
എന്റെ ഡോക്ടർ അല്ല, ഇത് സമരാക്കി എന്ന് പറഞ്ഞ KPCC-യുടെ ജാഥയാണ്. സമരമല്ലേ? സമരമല്ലേ? ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരമല്ലേ? സമരമല്ലേ? അത് ഈ സർക്കാരിനെതിരെ മാത്രമല്ല BJP-ക്കെതിരെ കൂടെ സമരമാണത്. അതെ, ആ സമരത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ വിളിക്കാത്തത്? സമരത്തിന് എല്ലാരെയും വിളിക്കണ്ടേ? സമരമാണെങ്കിൽ എല്ലാരും വിളിക്കണ്ടേ? എന്റെ ലാലെ, UDF-ന്റെ എല്ലാ കക്ഷികളും അതിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് KPCC ജാഥയാ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ല, ഇത് ജാഥ. മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നതാണ്, മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ളത്. ആ ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള എനിക്കറിയാം. അതല്ല CPM-ന്റെ വിവരക്കേട്, അല്ലാണ്ട് എന്ത് പറയാനാ? അല്ലെ ഷിജു ഖാൻ പറയട്ടെ,